മരിച്ചുപോയ ഒരാൾക്ക് ടീമിന്റെ 12ാമനായി കളത്തിലിറങ്ങാൻ കഴിയുമോ? ഈ സീസണിലെ കോപ്പ ഡെൽ റേ ഫൈനലിൽ അത്ലറ്റിക്കോ മാഡ്രിഡിനെ തോൽപ്പിച്ച് റയൽ സോസിഡാഡ് ചാമ്പ്യന്മാരായിരിക്കുകയാണ്. എന്നാൽ റയൽ സോസിഡാഡിന്റെ പോസ്റ്റ് മാച്ച് സെലിബ്രേഷനിടയിൽ ടീമിലെ 12ാമൻ എന്ന അർത്ഥത്തിൽ 12ാം നമ്പറുള്ള ഐറ്റർ സബലേറ്റ എന്ന പേരുള്ള ഒരു ജേഴ്സി പലരും കണ്ടിരിക്കും. ബട്ട് ഹീസ് നോട്ട് എ പ്ലെയർ, ഹി വാസ് എ റയൽ സോസിഡാഡ് ഫാൻ. പിന്നെന്താണ് ഈ വിജയവുമായി അയാൾക്ക് ബന്ധമെന്നറിയാൻ 28 വർഷങ്ങൾ പുറകോട്ട് പോകണം. 1998 അന്ന് യുവേഫ കപ്പിൽ ഇതേ റയൽ സോസിഡാഡും അത്ലറ്റിക്കോ മാഡ്രിഡും തമ്മിൽ ഏറ്റുമുട്ടുകയാണ്. ഒരു സാധാരണ സോസിഡാഡ് ഫാനായ ഐറ്റർ സബലേറ്റ എന്ന 28-കാരനും ആ മാച്ചിൽ തന്റെ ടീമിനെ സപ്പോർട്ട് ചെയ്യാൻ അന്നത്തെ അത്ലറ്റിക്കോ സ്റ്റേഡിയമായ വിസെന്റെ കാൽഡ്രോണിലേക്ക് വണ്ടി കയറുന്നു. പക്ഷെ അവിടെ അത്ലറ്റിക്കോയുടെ അൾട്രാ സംഘം ഒരു ഏറ്റുമുട്ടൽ ആരംഭിച്ചു കഴിഞ്ഞിരുന്നു. ആ സമയം ഐറ്റർ സബലേറ്റ തന്റെ ഗേൾഫ്രണ്ടിനെ അതിൽ നിന്നും രക്ഷിക്കാൻ ശ്രമിക്കുന്നതിനിടെ അത്ലറ്റിക്കോ അൾട്രാസിലെ ഒരാൾ സബലേറ്റയെ കുത്തി കൊലപ്പെടുത്തുന്നു. തന്റെ ടീമിനെ എവേ മാച്ചിൽ സപ്പോർട്ട് ചെയ്യാൻ വന്നു എന്ന ഒരൊറ്റ കാരണത്താൽ സബലേറ്റയ്ക്ക് തന്റെ ജീവൻ നഷ്ടമാവും. പ്രതി പിടിക്കപ്പെട്ടെങ്കിലും നീതി അവിടെ കൊണ്ടൊന്നും തീർന്നില്ല. റയൽ സോസിഡാഡ് അയാളെ ഒരു ഓർമ്മയായി തലമുറകളോളം കാത്തു സൂക്ഷിച്ചു. അങ്ങനെ 28 വർഷങ്ങൾക്കിപ്പുറം 2026 കോപ്പ ഡെൽ റേ ഫൈനലിൽ അതേ അത്ലറ്റിക്കോ മാഡ്രിഡിനെ തോൽപ്പിക്കുമ്പോൾ അവർക്ക് എങ്ങനെ ഐറ്റർ സബലേറ്റയെ മറക്കാനാവും? അയാളുടെ പേരുള്ള 12ാം നമ്പർ ജേഴ്സി സോസിഡാഡ് ക്യാപ്റ്റൻ വൈറസബാൽ ഉയർത്തി കാണിക്കുമ്പോൾ കാവ്യനീതി അഥവാ പോയറ്റിക് ജസ്റ്റിസ് എന്ന വാക്ക് മാത്രമാണ് ഓർമ്മ വരുന്നത്. ആ നിമിഷം സബലേറ്റ ആ സ്റ്റേഡിയത്തിൽ എവിടെയോ ഒരു മൂലയിലിരുന്ന് പുഞ്ചിരിക്കുന്നുണ്ടാകാം.